വെൽക്കം ബാക്ക് ടു അൺസ്ക്രിപ്റ്റഡ് ലൈഫ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും നവരാത്രി ആശംസകൾ നേരുന്നു. ഓണാഘോഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ വിഷമത്തിലല്ലേ? അപ്പോൾ നമുക്ക് പൂജപ്പുരയിലോട്ട് പോയാലോ? ഞാനും ചേട്ടനും തേജും കൂടെ പോകാൻ ഇറങ്ങിയേ. പക്ഷെ നല്ല മഴ ഉണ്ടായിരുന്നു. എന്നാലും അതൊന്നും മൈൻഡ് ചെയ്തില്ല, ഞങ്ങൾ പോയി. പോകും വഴി അച്ഛനെ കണ്ടായിരുന്നേ. അങ്ങനെ അപ്പൂപ്പന്റെ വക തേജുവിന് സ്നേഹ സമ്മാനമൊക്കെ കിട്ടി. പിന്നെ മഴ കൂടിയത് കാരണം സൈഡിൽ ഒതുങ്ങേണ്ടി വന്നു. ചെറുതായിട്ട് മഴ കുറഞ്ഞെന്ന് വിശ്വസിച്ചിറങ്ങി. പക്ഷെ മഴ കുറഞ്ഞു. അങ്ങനെ നേരെ പാർക്കിലോട്ട് കയറി കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ക്ഷേത്രത്തിലോട്ട് പോകാമെന്ന് കരുതി. പിന്നെ ഞാനും ചേട്ടനും തേജുവും കൂടെ ഫോട്ടോ എടുക്കാനുള്ള അടിയായിരുന്നേ. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ആർക്കും പാടാം എന്നുള്ളൊരു പ്രോഗ്രാം ആയിരുന്നേ. തേജുവിനെ പാടാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോഴത്തേനും സ്റ്റേജ് കണ്ടതും അവൻ ഓടിക്കളഞ്ഞു. അമ്പരം കൂട്ടുന്നതായി ചെമ്പരത്തി തൊട്ടടുത്ത് അമ്പരം കൂട്ടുന്നതായി. ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതിന് ശേഷം താഴെ സ്റ്റാളിലോട്ട് പോയി. അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര തിടുക്കമായിരുന്നു. തേജുവിനെ എങ്ങനെയും അതിനകത്ത് കയറിയാൽ മതി. പക്ഷെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അവന് ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യാന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ
അവിടെ നിന്ന് തേജുവിന് പഴയകാല കുറച്ച് മുട്ടായികളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്ത് പുറത്തോട്ട് ഇറങ്ങി. പിന്നെ 150 രൂപയ്ക്ക് ചെരുപ്പ് കണ്ടപ്പോൾ ഞാൻ അവിടെ ചാടി വീണു. ആ സ്റ്റാളിലെ ചേട്ടൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നേ. ചാനലിന്റെ പേരൊക്കെ ചോദിച്ചായിരുന്നു, ഞാൻ പറഞ്ഞു കൊടുത്തു. മഴ കാരണം അത്രയും അവിടെ ചെളിയും വെള്ളക്കെട്ടുമായിരുന്നു. എനിക്കൊരൊറ്റ പേടിയേ ഉണ്ടായിരുന്നുള്ളൂ, തിരക്ക് കാരണം എല്ലാവരും ഒന്ന് ഇടിച്ച് തള്ളിയിടും, ഫോണ് താഴെ വീഴുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എത്രയും പെട്ടെന്ന് വീടെത്തണം. പിന്നെ റിങ് വെച്ചൊരു ഗെയിം രാജേഷേട്ടൻ കളിച്ചായിരുന്നേ. ബൂസ്റ്റിനാണ് എയിം ചെയ്തതെങ്കിലും ഒരു ഈസ്റ്റ് പോലും കിട്ടിയില്ല, പൈസ പോയി കിട്ടി. തേജുവിനെ പിന്നെ ബൗൺസി സ്ലൈഡിലും കയറ്റിയിട്ട് അരമണിക്കൂറോളം അവന് വേണ്ടി അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ 12 മണിയോടെ വീട്ടിലോട്ട് പോയി. പിന്നെ ഞാനും കിരണും തേജുവും കൂടെ പൂജവെപ്പിന്റെ സാധനങ്ങളെല്ലാം വാങ്ങാൻ പോയായിരുന്നേ. വർഷങ്ങൾ ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. വേറെ ഒന്നുമല്ല, അമ്മ ഞങ്ങളെ വിട്ടു പോയിട്ട് 7 വർഷത്തോളമായി. അപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സാധനങ്ങളെല്ലാം വാങ്ങി കഴിഞ്ഞ് പോകാനിരിക്കവേ നവരാത്രി കാവടി ഉത്സവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കടയിലെ ചേട്ടൻ പറഞ്ഞു, ഇപ്പൊ പോകണ്ട, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ അതിന്റെയും വീഡിയോ എടുത്തു. കാവടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ഒരുപാട് താമസിച്ചേ. പിന്നെ അടുത്ത ദിവസവും തേജുവിനും കൊണ്ട് എനിക്ക് പൂജപ്പുരയിലോട്ട് പോകേണ്ടി വന്നു.
തേജുവിന്റെ ടീം പൂജപ്പുരയുടെ റോളർ സ്കേറ്റിംഗ് നമ്മുടെ സന്തോഷ് സാറിന് ക്ഷേത്രത്തിന്റെ വക സ്നേഹാദരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തേജുവിന് പാർക്കിൽ പോകണമെന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ചെന്നപ്പോ ഇത്ര തിരക്ക് തോന്നിയില്ല. 7 മണി കഴിഞ്ഞതും തിരക്ക് കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നവരാത്രി ആഘോഷത്തിന് നമ്മുടെ ടീം പൂജപ്പുരയുടെ റാലി ഉണ്ടായിരുന്നു. അങ്ങനെ തേജുവിന് അതിൽ പങ്കെടുക്കാൻ പറ്റി. ഭയങ്കര സന്തോഷമായി എനിക്ക്. ഭഗവാന്റെ വേഷം അണിഞ്ഞിരിക്കുന്ന കുട്ടിയെ കണ്ടില്ലേ? ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചെറു പുഞ്ചിരിയോടെയാണ് എനിക്ക് സമ്മതം മുള്ളിയത്. എനിക്ക് എന്തൊരു പ്രത്യേക ഐശ്വര്യമുണ്ടെന്ന് തോന്നി ആ കുട്ടിക്ക്. റാലി തുടങ്ങി അവസാനിക്കുന്നവരെ ഞാൻ തേജുവിന്റെ ഒപ്പം തന്നെ നിൽക്കണം. ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. അവന്റെ ഒപ്പം തന്നെ നടക്കണം. ഇതിപ്പോ എനിക്കാണോ അവനാണോ റാലി എന്ന് എനിക്ക് സംശയമായിരുന്നു. രാവിലെ 8 മണിയോടെ റാലി തുടങ്ങി. കഴിഞ്ഞപ്പോഴേക്ക് ഒരുപാട് നേരമായി. പിന്നെ കുട്ടികൾക്ക് റാലിക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. വിശ്രമിക്കാനും കുറച്ച് സമയം കൊടുത്തു. കാവടി വരുന്നത് വരെ പിന്നെ ഞങ്ങൾ അവിടെ കാത്തു നിന്നു. അത്രയും നേരം കുട്ടികൾക്ക് വിശ്രമിക്കാനുള്ളൊരു സമയവും കിട്ടി. നവരാത്രി ആഘോഷത്തിന്റെ റാലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോയി. രാവിലെ 7 മണിയോടെ റാലിക്ക് പോകേണ്ടി വന്നതുകൊണ്ട് പൂജ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പോയതിന് ശേഷം അന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും നവരാത്രി ആശംസകൾ നേരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രം അൺസ്ക്രിപ്റ്റഡ് ലൈഫ്.